ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കിടില ഒരു ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ കൂന്തൽ അല്ലെ കണവ. അതിനെ നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇന്ന്. അത് നല്ല വലിപ്പമുള്ള കൂന്തലാണ്. അതിനെ നമുക്കിപ്പം കാണാം. ഇതുണ്ട്, സൂപ്പർ ഐറ്റമാണിത്. ഇവനെ നമുക്ക് ഇതിൻ്റെ പാടയും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് വെട്ടി പീസാക്കിക്കൊണ്ട് നമുക്ക് വരാം. അപ്പോൾ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിക്കൊണ്ട് നമുക്ക് ഇപ്പം വരാം. ഇതിൻ്റെ പാടയൊക്കെ വൃത്തിയായിട്ട് കളയണം. വൃത്തിയായിട്ട് കളഞ്ഞിട്ട് ഇതുപോലൊരു നാരുണ്ട്, അതെല്ലാം ഊരി കളയണം. എന്തോ ഇത് ഊരി കളഞ്ഞ് വൃത്തിയായിട്ട് അതിൻ്റെ മഷിയൊക്കെ വൃത്തിയായിട്ട് കഴുകി കളയണം. ഇതാണ് സാധനം. പിന്നെ ആദ്യം ഊരി എടുത്ത് മാറ്റാം, മഷിയൊക്കെ ഉള്ള മാറിപ്പോട്ടെ. പിന്നെ ലാസ്റ്റ് ഇത് ഊരിക്കളയണം. ഇത് ഊരിക്കളയുക, ഇങ്ങനെ ഊരിക്കളയണം. പിന്നെ നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയായിട്ട് കളയണം. കഴുകാൻ നേരം നല്ല മഷി 3-4 പ്രാവശ്യം ഉലച്ച് ഉപ്പിട്ട് കഴുകണം. എന്നാലേ അതിൻ്റെ മഷി കളയാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇത് ശരിയാക്കിയിട്ട് കാണാം. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനെ നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ അഴുക്കൊക്കെ അകത്തെ കളഞ്ഞിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് നമ്മൾ റൗണ്ടിന് കട്ട് ചെയ്യുക. ചെറുതായിട്ടൊരു കട്ടി കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ കണവ പീസാക്കി കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകുക. ഇത് വൃത്തിയായിട്ട് കഴുകുക. അതിൻ്റെ അകത്തൊരു ശകലം ഉപ്പും കൂടിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യം കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ ഉളുമ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ശകലം ഉപ്പും കൂടിയും കൂടി ഇട്ട് കൊടുക്കുക. വൃത്തിയായിട്ടൊന്ന് കഴുകുക. വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കാണാം. ലാസ്റ്റ് കഴുകം കഴിഞ്ഞ് ഇതിനെ ഇച്ചിരി നേരം വെള്ളം വാലാനായിട്ട് ഈ പാത്രത്തിലോട്ട് ഇടും. നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോണേ. ഇത് കണവ ഒന്ന് വേവിക്കണം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിക്കണം. അതിന് കണവ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴുകുക. പാത്രം വെച്ച് കൊടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് 3/4 ടീസ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇത് രണ്ടും കൂടി ഇട്ട് രണ്ടും കൂടി ഇട്ടൊന്ന് ഇളക്കി കൂടെ എല്ലാം കൂടി ഇട്ട്. ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വെള്ളം ഇറങ്ങിയിട്ട് ആവശ്യത്തിനുള്ള വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഇച്ചിരി നേരം ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളത് കാരണം ഇത് നമുക്ക് അടച്ചു വെക്കാം, വേകട്ടെ. ഇപ്പോൾ നമ്മൾ പച്ചക്കറികൾ അരിയാൻ പോണ്. ആദ്യം സവോള ഞങ്ങൾ ഇങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക. നമ്മളിപ്പം സവോള അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് കൊച്ചുള്ളിയാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം. നമ്മൾ ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് വെളുത്തുള്ളി രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി അരിഞ്ഞു കഴിഞ്ഞു. പച്ചമുളക് രണ്ടായിട്ട് നമുക്ക് കീറി കൊടുക്കില്ല. പച്ചമുളക് രണ്ടായിട്ട് കീറി കഴിഞ്ഞു. അപ്പം നമുക്ക് അടുത്ത തക്കാളിക്ക ചെറുതായിട്ട് നീളത്തിൻ്റെ അരിഞ്ഞിട്ടു. നമ്മൾ തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. അപ്പം അടുത്ത നമുക്ക് ഇവനെ വെന്തോന്ന് നമുക്ക് നോക്കാം. നല്ല വെന്തോന്ന് നോക്കട്ടെ. നല്ല മണമുണ്ട്. ഇപ്പോൾ ഒന്നും ഇട്ടില്ലേലും ഇതിൻ്റെ നല്ല മണം. ഇത് പരുവത്തിനായിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റുവാണ്. നമ്മൾ വേവിച്ച പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. പാത്രം വെച്ച് കൊടുത്തു. നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
എണ്ണ ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കൊച്ചുള്ളി കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഉള്ളിയായിട്ട് വേണ്ട, കൊച്ചുള്ളി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയായിട്ട് വേണ്ടാണ്. ഇത് മൂന്നും കൂടെ ഒന്നിച്ചെടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലതൊന്ന് മൂക്കട്ടെ. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് കരിവേപ്പില കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. നാടൻ കരിവേപ്പിലയാണ്. കരിവേപ്പില പറിച്ചപ്പോഴേ നല്ല മണം. ഒരു ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുമ്പോൾ കൊടുത്തു വിടാം. 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. സവളയൊക്കെ ഇതാകാൻ വേണ്ടി, സവള ഒന്ന് വഴലാൻ വേണ്ടിയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല മുളക് പൊടിയാണ്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്താൽ. മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടി, സൂപ്പർ കുരുമുളക് പൊടിയാണിത്. നാടൻ ഇവിടെ തന്നെ പൊടിച്ചാണ് കുരുമുളക് പൊടി. 1 ടീസ്പൂണ് ഗരം മസാല ഇവിടെ ഇട്ട് കൊടുക്കുക. ഗരം മസാല സ്പെഷ്യലാണ്. ശകലം മുമ്പ് മഞ്ഞൾപ്പൊടി ഉണ്ട്, എന്നാലും ശകലം ഒരു ശകലം പേരിന് മാത്രം നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. ഇതിലൂടെ നല്ലപോലെ പച്ചിപ്പൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നല്ല വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ വേവിച്ച് വെച്ച് കണവായും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ അടിച്ചു തുടങ്ങി. കണവായും മസാലയും കൂടെ മൂത്ത് കഴിച്ചപ്പോഴത്തേന് നല്ല മണം. റോസ്റ്റ് ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ശകലം വെള്ളം ഉണ്ടായിരുന്നു, അത് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ബെല്ലൂടെ അടിച്ചേക്കണേ. ഒരു 5 മിനിറ്റത്തേക്ക് ഇതിനെ അടച്ചു വെച്ചേക്കാം. ആ സെറ്റ് ആകാൻ വേണ്ടി അടച്ചു വെച്ചേക്കാം. ഇവനെ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓ എൻ്റെ അമ്പമ്പോ, എന്നാ മണമാണോ ഇത്! മസാലയുടെയും എല്ലാം കൂടെ, ആ കുരുമുളക് എല്ലാം കൂടെ ചേർന്ന് നല്ല മണം. നമുക്കിവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടാണ്. കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടോ. എൻ്റെ അമ്പമ്പോ, സൂപ്പർ സാധനം. അടിച്ചു പൊളിച്ചു. എന്നാ കണവ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. എന്നാന്ന് വെച്ചാൽ കറക്റ്റ് മസാലയും ഉപ്പും എല്ലാം കറക്റ്റാണ്. ഈ പൊറോട്ടയുടെ കൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. എന്നിപ്പം ഇവനെ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പൊറോട്ടയും കൂടെ. പൊറോട്ട അങ്ങോട്ട് വരുന്നില്ലല്ലോ. എൻ്റെ അമ്പമ്പോ, പൊറോട്ടയും കണവ റോസ്റ്റും കൂടെ ആയപ്പോഴത്തേനെ അടിച്ചു പൊളിച്ചു. എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. പിന്നെ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം,
കാശ്മീർ വെല്ലുവിളി അടിച്ചേക്കണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റ ബൈ ബൈ.